എന്റെ ദൈവമേ, സമയം 8 മണിയാകാറായി. ഈ കുട്ടിക്ക് അംഗനവാടി പോകണ്ടേ? ഇതുവരെ എണീറ്റില്ലേ? അന്നക്കുട്ടി എണീറ്റേ, അന്നക്കുട്ടി. അയ്യോ, അതെങ്ങനെയാ? കൂടെ കിടന്ന് പപ്പയും ഉറങ്ങുമല്ലേ? ജെയിംസ് എണീക്കുന്നുണ്ടോ? സമയമായി. എനിക്കിന്ന് ഓഫീസിൽ നിന്ന് നിനക്കറിയില്ല, അതാ ഞാൻ കിടന്നുറങ്ങണേ. അല്ല, ഈ അന്നക്കുട്ടി എന്താ എണീക്കാത്തെ? അംഗനവാടി പോകണ്ടേ? അതെങ്ങനെ എണീക്കും? പാതിരാത്രി വരെ ഇവിടെ ഓടി നടന്ന് ഫോൺ കാണലും ഗെയിം കളിക്കലും TV കാണലും. എന്നിട്ട് ഇപ്പൊ 8 മണിയായിട്ടും കൊച്ചു എണീക്കുന്നില്ല. അങ്ങോട്ട് എണീക്കെന്റെ അന്നക്കുട്ടി. ആഹാ, എണീറ്റല്ലോ, അംഗനവാടി പോകണ്ടേ? എന്തിനാ എന്റെ അന്നക്കുട്ടി ഇങ്ങനെ കരയുന്നേ? ഇവിടെ ആരെങ്കിലും നിന്നെ പറഞ്ഞു ഇത് എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? അമ്മേ, അമ്മ എനിക്ക് വയറുവേദനയാ അമ്മ. എനിക്ക് അംഗനവാടി പോകാൻ പറ്റൂല. എന്റെ അന്നക്കുട്ടി ഈയിടെ വന്നു ഇവിടെ നടക്കില്ല. അംഗനവാടി പോകാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കും ഒരു വയറുവേദന. വയറുവേദനയാണെങ്കിൽ അംഗനവാടി പോകണ്ട. ഫ്രിഡ്ജിൽ എന്തോരം മിഠായും ഐസ്ക്രീം ഒക്കെ ആയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ വയറുവേദനയാണെങ്കിലേ ആ ചച്ചുവിനും പിപ്പിക്കൊക്കെ കൊടുത്തേക്കാം. ഐസ്ക്രീമോ? അതെപ്പോ വാങ്ങി? അതൊക്കെ നീ അന്വേഷിക്കണത് എന്തിനാ? നിനക്ക് വയറുവേദനയല്ലേ? പറ്റിച്ചേ അന്നക്കുട്ടി, പപ്പേനെ മമ്മീനെ പറ്റിച്ചേ. എനിക്ക് വയറുവേദനയൊന്നും ഇല്ലാട്ടോ. നമുക്ക് അംഗനവാടി പോകണ്ടേ? അംഗനവാടി പോയി വന്നിട്ട് എനിക്ക് ഐസ്ക്രീമും മിഠായും തിന്നാലോ? ഇന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ട് വേണം പോകാൻ. ഇന്നേ പുതിയ കുട്ടികൾ വരുന്നതുകൊണ്ട് പ്രവേശനോത്സവം ഒക്കെ ഉണ്ട്. നമുക്ക് കുളിച്ച് റെഡിയാകാം. ആഹാ, പ്രവേശനോത്സവോ? എന്നാ വേഗം റെഡിയാക്ക്, നമുക്ക് കൊണ്ടേ ആക്കാം. അയ്യോ, ഇതാരും എന്റെ അന്നക്കുട്ടി തന്നെയാണോ? ഇതിപ്പോ കൊച്ചു തമ്പുരാട്ടീനെ പോലെ ഉണ്ടല്ലോ. ക്യൂന് തമ്പുരാട്ടിയൊക്കെ വേഗം നടന്നാട്ടെ. അംഗനവാടി ഇപ്പൊ തുടങ്ങി കാണും. അയ്യോ, എന്റെ ബാഗ് എവിടെ അമ്മേ? അന്നക്കുട്ടിയുടെ പ്രവേശനോത്സവം അല്ലേ ഇന്ന്? അതുകൊണ്ട് അച്ഛനൊരു അടിപൊളി സർപ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നിനക്ക് ഇപ്പൊ എടുത്തിട്ട് വരാം. ഇപ്പൊ അന്നക്കുട്ടി ഹാപ്പി ആയില്ലേ? ഇനിയിപ്പോ അംഗനവാടി പോകാലോ. എന്നാ നടക്ക്. ആഹാ, കുറെ കുട്ടികളൊക്കെ നേരത്തെ തന്നെ എത്തിയല്ലോ. ഇത് നമ്മുടെ പക്രുക്കുട്ടനല്ലേ? എന്തിനാ മുന്നേ കരയുന്നേ? അവൻ അംഗനവാടിയിലൊന്നും പോകണ്ട എന്റെ പൊന്നോ. രാവിലെ തുടങ്ങിയതാ കരച്ചില്. ഒരു കണക്കിനെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്. ഇവന്റെ അച്ഛനും അമ്മയും UK യിലല്ലേ. ഇവനെ ഇപ്പൊ നോക്കേണ്ടത് അപ്പൂപ്പനായ ഞാനായി പോയില്ലേ. 2 കൊടുക്കാനാ എനിക്ക് തോന്നുന്നേ. അങ്ങനെയൊന്നും പറയില്ലേ എന്റെ ചേട്ടാ. കൊച്ചുങ്ങളെ ഒന്നും തല്ലാൻ പാടില്ല. ആദ്യത്തെ ദിവസം അവര് കരയും. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടത്. അയ്യ, കാര്യയില് പക്രു ഇവിടെ നിന്നോ, ഞാൻ നോക്കിക്കോളാം പക്രുവിനെ. അങ്കിള് പോയിക്കോ. കേട്ടോടാ, അന്നക്കുട്ടി പറഞ്ഞത് കേട്ടോ? നീ അവളെ കൂടി പോയി കളിക്കേ ചെല്ലേ. അതെങ്കിലേ നമുക്ക് കുട്ടികളെ അകത്തോട്ട് കയറ്റി ഇരുത്തിയിട്ട് വീട്ടിലേക്ക് പോകാം. പാരന്റ്സ് ഇവിടെ നിൽക്കരുതെന്നാണ് ടീച്ചർ പറയുന്നത്. നമ്മൾ നിന്നാൽ ഇവരുടെ സങ്കടം കൂടുന്നത്. നമുക്ക് പോയിട്ട് ഉച്ചക്ക് വരാം. അയ്യേ പക്രു, കരയല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്കിക്കോളാന്ന്. അങ്കിള് പോയിക്കോ, പപ്പയും മമ്മിയും പോയിക്കോ. ഞാൻ ഇവരെ നോക്കിക്കോളാം. എന്നാ വാ പിള്ളേരെ, നമുക്ക് ഇവരെ അകത്തേക്ക് ഇരുത്താം. നിന്റെ അപ്പാപ്പ പോയിന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ ഇങ്ങനെ കിടന്ന് കരയണ എന്തിനാ? അവർ ഉച്ചക്ക് വരും. എന്റെ അപ്പാപ്പ പോയി. ഓ, എന്റെ ചെക്ക, ഒന്ന് കരയാണ്ടിരിക്കാവോ? എന്റെ ചെവി പോയി. എത്ര നേരായത്. നിന്നെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. വൈകുന്നേരം ആകുമ്പോ നിന്റെ അപ്പാപ്പ എന്റെ പപ്പ എല്ലാരും കൂടി വരും. നമുക്കിവിടെ കളിക്കാം. ഇപ്പൊ തന്നെ ടീച്ചർ വന്ന് എല്ലാവർക്കും മിഠായി തരും. നീ ഒന്ന് കരയാതിരിക്കേ. നീയാ എന്റെ അപ്പാപ്പ എന്നെ പറഞ്ഞു വിട്ടത്. നിന്നെ ഞാൻ ശരിയാക്കും. ദൈവക്രോ, മര്യാദക്ക് ഇരുന്നോട്ടോ. കൊറേ നേരം ഞാൻ പറയുന്നത്. നിന്റെ അപ്പാപ്പയല്ലേ നിന്നെ അംഗനവാടി കൊണ്ടുവന്ന് വിട്ടത്. അതിന് നീ എന്നെ പറയുന്നത് എന്തിനാ? നിന്നെ ഞാൻ ശരിയാക്കും. എന്റെ അപ്പാപ്പനെ പറഞ്ഞു വിട്ട നിന്നെ ഞാൻ ശരിയാക്കും. നിന്റെ ഒരു മുടി. അയ്യോ, മുടിന്ന് വിട് മോനെ, മുടിന്ന് വിട് അവളുടെ. നീ ആരാ? നിന്നെ ഞാൻ ശരിയാക്കും. അയ്യോ, ഈ ചെക്കൻ എന്റെ നേരെ കാണല്ലോ വരുന്നത്. അയ്യോ, ആന്റി എവിടെ? ആന്റി